അടുത്ത് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏതൊക്കെ മാർഗത്താൽ അവരെന്നെ കോൺടാക്ട് ചെയ്ത് ഡോക്ടറെ എനിക്ക് എന്തായാലും നിങ്ങളൊന്ന് കാണണം, സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, അപ്പം എന്തായാലും എനിക്ക് ഡയറക്റ്റായിട്ട് എന്നെ കാണണം, ഫോണിലൂടെ പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിപ്പോൾ എന്തോ ഭയങ്കര ട്രാവലിലാണ്, അപ്പം കോൾസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നിന്നിരുന്നത്. അങ്ങനെ പേഷ്യൻ്റ് വന്ന് കുറച്ച് നേരം ശരിക്കും ആൾ വെള്ളം കുടിക്കുന്ന പോലെയാണ്. കാരണം അവർക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു എന്താണ്, സെക്ഷൽ റിലേറ്റഡ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്, ഉദാഹരണക്കുറവാണോ, സമയക്കുറവാണോ, അതോ എന്തെങ്കിലും അഡിക്ഷൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടും ആൾക്ക് ഇങ്ങോട്ട് ഓപ്പണപ്പ് ആവാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരെന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, എന്നെ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്, എനിക്ക് നല്ല ഉദാഹരണ പ്രശ്നമുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ എൻ്റെ വൈഫുമായിട്ട് ബന്ധപ്പെടാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഉദാഹരണം എന്ന് പറയുന്ന സാധനം കിട്ടുന്നേ ഇല്ല. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് സമയം എടുത്തിട്ടാണ് ഒന്ന് ഉദ്ധരിച്ച് കിട്ടുന്നത്. പലപ്പോഴും ഞാൻ അവളറിയാണ്ട് എൻ്റെ ഫ്രണ്ട്സ് മുഖേനൊക്കെ തുർക്കി ജാമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്, സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മുന്നേ മെഡിസിൻസ് എടുത്തിട്ടുണ്ടോ, ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചപ്പം ഡോക്ടർ ഇപ്പം എന്തായാലും യൂട്യൂബിലൊക്കെ കാണുന്ന കുറേ ടെസ്റ്റുകൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതേപോലെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല, ഇമോഷണലി അല്ലെങ്കിൽ എനിക്ക് ശാരീരികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ചിലപ്പോൾ ഇമോഷണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആളുടെ കേസ് എടുക്കാൻ തുടങ്ങി. ആൾ എത്ര ചോദിച്ചു കഴിഞ്ഞാലും ഒന്നുമില്ല ഡോക്ടറെ, ഞാൻ ഹാപ്പിയാണ്, എനിക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട്, എനിക്ക് കടങ്ങളില്ല, വീടുണ്ട്, ഞാൻ എല്ലാം കൊണ്ടും നല്ലൊരു പൊസിഷനിലാണ് ഇപ്പം നിൽക്കുന്നത്, ഫാമിലി ആണെങ്കിലും ഒക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ ആ ഒരു ഹിസ്റ്ററീൻ്റെ പുറകെ ചെന്ന സമയത്താണ് അവർ പറഞ്ഞത്, ഡോക്ടറെ എനിക്കിത് സംഭവം തുടങ്ങിയത് എൻ്റെ വൈഫിനെ ഞാൻ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരാളുടെ കൂടെ ഞാൻ കണ്ടു. എനിക്കിത് ഭയങ്കരമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തു. അവളോട് ഞാൻ ചോദിച്ചപ്പം അവൾ പറഞ്ഞത്, നിങ്ങളിതുപോലെ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്താ അതിൽ ഇത്ര പറയാനുള്ളത് എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ ഫുൾ ടൈം ട്രാവലിലല്ലേ, അപ്പം എനിക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ, എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ പോയി, അത്രയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ എനിക്ക് അവരോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ അതിൽ അങ്ങനെ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് വൈഫ് എന്നോട് പറയുന്നത്. അവർ നിസ്സഹായാവസ്ഥയാണ്. അതായത് ഡോക്ടറെ എനിക്കിപ്പോൾ ഉദാഹരണ പ്രശ്നം ഉണ്ടെന്നും കൂടി അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം, എനിക്ക് ചിലപ്പോൾ ആ വീട്ടിൽ പോലും സ്ഥാനമില്ലാത്തൊരവസ്ഥയായി പോകും എനിക്ക്. കാരണം അവൾക്ക് ഓൾറെഡി ഇതിനോട് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ആയിരുന്നില്ലേ എന്നുള്ളൊരു ഒരു കാര്യം വൈഫ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്തായിരുന്നു ഇതുപോലെ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ പുറത്തായിരുന്നു, വീട്ടിൽ അധികം ഉണ്ടാവാറുണ്ടായിരുന്നില്ല, എൻ്റെ അമ്മയായിട്ട് ഞാൻ നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞങ്ങൾ അറിയാണ്ട് ഇങ്ങനൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് പിന്നീട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. വീട്ടിൽ വേറൊരു ഫാമിലി മെമ്പറുമായിട്ടും ഞാൻ ആക്ച്വലി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ആക്ച്വലി അതിൽ കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല, ലൈക്ക് കഴിഞ്ഞുപോയി, ഇനിയിപ്പോൾ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ എന്താ പറയുക, ആ ദിവസങ്ങൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പേഷ്യൻ്റ് പറയുന്നത്. അപ്പോൾ ഇവരുടെ വൈഫിൻ്റെ അടുത്ത് ആദ്യ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് സ്നേഹം കൂടിയ ഒരു സമയത്ത് അറിയാണ്ട് ഇവർ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞു. അതാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഫസ്റ്റ് ചെയ്ത ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ ലൈഫ് ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ ജീവിച്ച് തീർത്തത് പോലെ ആയിരിക്കില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി മാറിയിട്ടുണ്ടാവും, നമുക്ക് ഒരുപാട് ലെസൺസ് ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് പോയിട്ട് കൺഫസ് ചെയ്താലേ ഞാനൊരു നല്ല ഭർത്താവ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഭാര്യ ആവുകയുള്ളൂ എന്ന തെറ്റിദ്ധാരണ നിങ്ങളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മുതൽ നിങ്ങൾ കലികാലാണ് ആക്ച്വലി. കാരണം ഈ ഒരു കാരണത്താൽ നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ, നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള ആ ഒരു സംഭവം നിങ്ങൾ ആർഗ്യുമെൻറ്റ്സിൽ അറിയാണ്ട് വന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവർ ഞാൻ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ
പറയാത്തത് മോശമല്ലേ? അല്ലെങ്കിൽ അവൾ അറിയാതിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കുറ്റബോധമാണ് ഉള്ളിൽ. എങ്ങനെ അവളോട് ഇത് പറയാതിരിക്കുക, അവൾക്ക് ഞാൻ അവളെ ചീറ്റ് ചെയ്യുന്ന പോലെയല്ലേ എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ പിന്നീട് വർഷങ്ങൾ പിന്നിട്ടു. ഇയാൾ എപ്പോഴും ബിസിയാണ്, കാരണം ഇയാൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയിട്ട് നല്ലോണം അയാൾ ഹാർഡ് വർക്ക് ചെയ്തു. ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇയാൾക്ക് വീട്ടിൽ വന്ന് നിൽക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ വൈഫ് ഇപ്പോൾ പിന്നീട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നീട് കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈഫിന് എൻ്റെ ബ്രദറുമായിട്ട് അതേപോലെ തന്നെ വീട്ടിൽ മറ്റു ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്കത് വൈഫിന് എൻ്റെ അടുത്ത് അത് കൺഫസ് ചെയ്തു എന്ന് പറഞ്ഞപ്പം എനിക്ക് തീരെ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഞാൻ അറിയാണ്ട് ചെയ്തു പോയൊരു തെറ്റിനെ അവൾ ന്യായീകരിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നിങ്ങളന്ന് ചെയ്തിരുന്നല്ലോ, നിങ്ങൾക്കന്ന് ആവശ്യമുള്ളതുകൊണ്ട് ചെയ്തതല്ലേ, അതേപോലെ എനിക്ക് ആവശ്യമില്ലേ എന്നുള്ള രീതിയിലാണ് എന്നോടിത് സംസാരിക്കുന്നത്. എനിക്ക് അവളോടൊന്നും മറുത്ത് അധികം പറയാൻ പറ്റുന്നില്ല. കാരണം ഒന്ന്, എനിക്ക് വിലയില്ല എന്നുള്ളതാണ്. കാരണം അവൾ നല്ല പൈസ ഉള്ള വീട്ടിലെ കുട്ടിയാണ്. നല്ല അത്യാവശ്യം അവളെ ബാക്ക് ചെയ്യാൻ അവളെ വീട്ടിലാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഭയങ്കര വെൽ സെറ്റിൽഡ് ആൻഡ് വെൽ ഓഫ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അവൾക്ക് ഓൾറെഡി എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരു പുച്ഛഭാവമായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ലൈക്ക് എൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് തകർന്ന് ഞാൻ ഭയങ്കരമായിട്ട് മോശപ്പെട്ടൊരവസ്ഥയിലെത്തി. പിന്നീട് ഇപ്പം ഞാൻ കയറി വന്നു, ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് എൻ്റെ ജീവിതം. എങ്കിൽ പോലും അവരുടെ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ എപ്പോഴും എനിക്കൊരു കുറച്ചിലാണ്, അല്ലെങ്കിൽ അവൾക്ക് എപ്പോഴും എന്നെ വിലയില്ലാത്ത പോലെയൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു മാനസിക അകൽച്ച ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കീപ്പ് ചെയ്തതല്ല, പക്ഷെ അറിയാണ്ട് വന്നു പോയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ഇപ്പം ബന്ധപ്പെടുമ്പം എന്താണ് നിങ്ങൾക്ക് ഇത് കാരണം ഉദ്ധരിക്കാത്ത പ്രശ്നമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഡോക്ടറെ, ഇത് ഉദ്ധരിക്കാത്തൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ അടുത്ത് ഞാൻ അവളുടെ അടുത്ത് ചെന്ന് എനിക്ക് ഉദ്ധരിച്ചു, ചെറിയ രീതിയിൽ ഉദ്ധരിച്ചു, പക്ഷേ അതങ്ങോട്ട് മുഴുവനാവണില്ല എന്ന് കണ്ടപ്പം അവൾ പഴയ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച്, നിങ്ങളന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അതുപോലെ എനിക്ക് ചെയ്തു കൊണ്ടാ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചപ്പം അറിയാണ്ട് ഞാൻ ബാക്ക് ടു നോർമലായി. അപ്പം എനിക്കിത് എന്താണെന്ന് മനസ്സിലാവണില്ല. ഫിസിക്കലി എനിക്കൊരു ഇഷ്യൂ ഇല്ല, ഇമോഷണലി ഞാൻ ഇതിനെങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇയാളുടെ നിസ്സഹായത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. കാരണം എൻ്റെ വൈഫ് അറിയാണ്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈഫിനോട് എങ്ങനെയാണ് പറയുക, അല്ലെങ്കിൽ വീട്ടുകാരോട് എന്താ പറയുക, ഇങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്, ഒന്ന്, ഇവർ പറഞ്ഞത് തെറ്റായിപ്പോയി, ഇനി അതെന്തായാലും നമുക്ക് തിരിച്ചെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷേ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. അപ്പം ഇവർക്ക് മെഡിസിൻ ആദ്യത്തിലൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇവരുടെ മാനസികാവസ്ഥ അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മെഡിസിൻ കൊടുത്ത് അതിനുശേഷം ഒരു കൗൺസിലിംഗ് തെറാപ്പി ഇവരും ഇവരുടെ വൈഫുമായിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു 1 to 2 months അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സോൾവ് ചെയ്ത്, അതായത് അവർ തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സിനെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക്കലി വൈഫിനോട് ഇവർക്ക് അറിയാത്തൊരു സ്നേഹവും അതേപോലെ തന്നെ ഇവരുടെ ഉദ്ധാരണം നഷ്ടപ്പെട്ടു എന്ന് ഇവർ വിശ്വസിച്ചിരുന്ന ഉദ്ധാരണം തിരിച്ച് നോർമലൈസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചു. അപ്പോൾ ഇതിൽ ഒരുപാട് ട്രോമാറ്റിക് എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം വൈഫിനാണെങ്കിലും അവരൊരിക്കലും അവരുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് അവരുടെ ഹസ്ബൻഡ് അവരുടെ അടുത്ത് അന്ന് ഓപ്പണായിട്ട് സംസാരിച്ചത്. പിന്നീട് അവർക്കൊരു വാശിയായിരുന്നു, അവർക്ക് അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ എനിക്കെന്തെങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ എന്നുള്ള ആ ഒരു ഫീലിംഗ് ആയിരുന്നു അവർക്ക് കാര്യമായിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ബേസിലാണ് ഇവർ തമ്മിൽ ആക്ച്വലി ഇത്രയും അകൽച്ചയൊക്കെ വന്നത്. അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു കൗൺസിലിംഗ് സെഷൻസും അതിൻ്റെ കൂടെ മെഡിക്കേഷനും കൂടെ ആയപ്പം ഒരു വിത്തിൻ 3 months തന്നെ പറയാം ആള് ബാക്ക് ടു നോർമൽ. പിന്നീട് ഒരു മെഡിസിൻസും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ പിന്നീട് ആൾ ഭയങ്കര മെൻ്റലി സ്ട്രോങ് ആയിട്ടും പഴയതുപോലെ ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരുത്തിക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ലൈഫിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അയ്യോ ഞാൻ ചെയ്തു പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും. ഇപ്പം അതേപോലെ ചില ആളുകളുണ്ട്, ഞാൻ അറിയാണ്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് എത്തി, അതായത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഞാൻ ആ ഒരു സിൻ കമ്മിറ്റ് ചെയ്തു. എനിക്കിപ്പോൾ എൻ്റെ വൈഫിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അതിനുശേഷം എനിക്ക് ഉദ്ധാരണം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് വരുന്നുണ്ട്.
അപ്പം ഇതിലെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് പല രീതിയിലുള്ള സൈക്കോതെറാപ്പീസ് അവൈലബിൾ ആണ്. അതേപോലെ ചില കേസുകളിൽ മെഡിസിൻ ആവശ്യം വരാറുണ്ട്. ഇത് കറക്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതിനെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയും. പക്ഷെ ചില കേസുകളിൽ ഇപ്പം ഞാൻ എന്താണ് തുർക്കി ജാമ് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞ അയാൾ, ആ ടൈമിൽ എനിക്ക് ഉദാഹരണം കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു വിചാരിച്ച സമയത്തുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നില്ല, മാനസികമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ. അതായത് മെഡിസിൻസ് കഴിക്കുമ്പോൾ ഉദ്ധരിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ എത്തിയതിൻ്റെ ആ ഒരു മാനസിക സന്തോഷത്തിലെത്തില്ല എന്നുള്ളതാണ്. അപ്പം ഈ കേസുകൾ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതികളും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം പലപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലിനിക്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു 85 to 90% ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് മാനസികമായിട്ടുണ്ടാകുന്ന ഇഷ്യൂസ് കാരണമാണ്. അത് ഡിപ്രഷൻ ആവാം, അല്ലെങ്കിൽ അവർ മുന്നേ എപ്പോഴെങ്കിലും കടന്നുപോയ ഒരു ഗിൽറ്റി ഫീലിങ്ങിൽ കൂടെ ആവാം, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറമേ ആവാം. അങ്ങനെ പല രീതിയിൽ നമുക്കത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കതിൽ മാറ്റം കൊടുക്കാൻ പറ്റാറുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.